മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ പറയുന്നത് കേട്ടു. 64,000 ഹെക്ടാർ സ്ഥലം ക്ഷേത്രങ്ങളുടേത് ജനങ്ങൾ കൈയടക്കി വെച്ചിട്ടുണ്ട് എന്ന്. UDF ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലത്ത് അവര് ക്ഷേത്രഭൂമി തിരിച്ചു പിടിക്കാനുള്ള നിയമമൊക്കെ കൊണ്ടുവന്നു. നടപ്പാക്കിയൊന്നുമില്ല. ഈ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ എന്ത് വില കൊടുത്തും ക്ഷേത്രഭൂമികൾ തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു. അത് മരണക്കിടക്കയിൽ ചെന്നിരിക്കുന്ന ബില്ലായി തീർന്നു. പാസ്സാക്കിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പാസ്സാക്കാൻ സാധ്യതയില്ല. കാരണം കയ്യേറിയത് ഭൂരിഭാഗവും CPM-കാരാണ്. അത് കാരണം അവർക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യില്ലല്ലോ ഇവര്. ആ ബില്ല് അങ്ങനെ നിൽക്കെ അതിനെ ബേസ് ചെയ്ത് വേറൊരു കാര്യം പറയാനാണ് ഞാനിത് പറഞ്ഞത്. നമ്മളിവിടുന്ന് നാഗർകോവിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പുതിയ പാലമുണ്ട്. കളിയിക്കവള കഴിഞ്ഞിട്ടാണ്, മാർത്താണ്ഡത്തിനടുത്താണെന്ന് തോന്നുന്നു. എൻ്റെ ഇടത് സൈഡില് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമോ അയ്യപ്പ ക്ഷേത്രമോ ഒക്കെ ഉണ്ട്. വളരെ ഫേമസാണ്. കോടികളുടെ സ്വത്തുള്ള അമ്പലമാണ്. മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്നതാണ്. ആ പൈസ അവര് ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ചുറ്റും ധാരാളം സ്ഥലങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. അന്നൊന്നും ആ സ്ഥലം വാങ്ങിച്ചില്ല. വളരെ ദീർഘിപ്പിച്ചിട്ടൊന്നും പറയുന്നില്ല. ആ സ്ഥലത്തിലെ ഓരോ പാർട്ടായിട്ട് ക്രൈസ്തവ സമൂഹം വാങ്ങിച്ചു. ചുറ്റും ക്രിസ്ത്യാനികളാണ്, അവരുടെ സ്ഥാപനങ്ങളാണ്. നടുക്ക് ചെറിയ ഒരു അമ്പലമായിട്ട് ഇത് മാറി. ഉപമിക്കാൻ പാടില്ലാത്തൊരു ഉപമ പറയുകയാണ്. നിങ്ങളൊരു പക്ഷേ തിരുവനന്തപുരത്തെ ബൈപ്പാസിലുള്ള അനന്തപുരി ആശുപത്രി കണ്ടു കാണും. അതിങ്ങനെ ഒരു ചർച്ചയിൽ വരുത്താനുള്ള വിഷയമേ അല്ല എന്നെനിക്കറിയാം. അനന്തപുരി ആശുപത്രി വികസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് അതിനോട് ചേർന്നൊരു കെട്ടിടമുണ്ട്. തറക്കടില്ലാത്ത കെട്ടിടമാണ്. ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥന്റെ മകൾക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടണം. പേയ്മെന്റ് സീറ്റാണ്. കുറെ അധികം എമൗണ്ട് കൊടുക്കണം ടോപ്പ് മെഡിക്കൽ കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആ വ്യക്തി ഈ അനന്തപുരി ആശുപത്രിയിലെ ഉടമസ്ഥനോട് ചെന്ന് ചോദിച്ചു, ഇതെടുക്കുമോ? എടുക്കുകയാണെങ്കിൽ എൻ്റെ മകളുടെ അഡ്മിഷനും ആവും, എനിക്ക് ചെറിയ വേറൊരു വീട് എടുക്കാം, ഇത് ബൈപ്പാസിലാണ്, നല്ല വില കിട്ടും. അതിന് പരമാവധി വില കുറപ്പിക്കാൻ വേണ്ടി കുറേ അധികം കാലം നീട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം ലോൺ എടുത്തും ബാക്കിയുള്ള രീതിയിൽ മകളെ പഠിപ്പിച്ചു, നല്ല രീതിയിൽ ഡോക്ടറാക്കി. ഇതെല്ലാം ഞാൻ അവിടെ ചെന്ന് കേട്ട കാര്യങ്ങളാണ്. പുസ്തകത്തിൽ വായിക്കുകയോ അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിയതോ ചെയ്തതല്ല. ഇപ്പോ അനന്തപുരി ആശുപത്രി വികസിച്ച് ഇങ്ങനെ, അവിടെ നിന്ന് ഇങ്ങനെ ഏതാണ്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെയായിട്ട് നടുക്ക് ഈ വീടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഈ വീട് ഞാൻ ഈ ആശുപത്രിക്കോ വേറൊരാൾക്കോ കൊടുക്കില്ല. ശരിക്കും അനന്തപുരി ആശുപത്രി എന്ന് പറഞ്ഞാൽ ദൂരെ നിന്ന് നോക്കിയാൽ ഒരു സ്വർഗം മാതിരി കാണേണ്ട ആശുപത്രിയാണ്, രോഗികളാണ് വരുന്നതെങ്കിൽ. പക്ഷെ ഈ ഒരു വീട് അവിടെ ഉള്ളതോടുകൂടി ആ ആശുപത്രിയുടെ എല്ലാ XYZ പോയ മാതിരി തോന്നുന്നു. ആശുപത്രിക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ, ഷോയുടെയും ബാക്കിയുള്ളതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോളജി ആശുപത്രിയാണ്. അപ്പോ ഡോക്ടർ മാർത്താണ്ഡം പിള്ളയെ പോലെയുള്ളവരുടെ ആശുപത്രിയാണ്. അവിടെ വേണ്ടത് വേണ്ട സമയത്ത് ചെയ്യാത്തതിൻ്റെ പരിണത ഫലമാണ് ആശുപത്രി നിന്ന് അനുഭവിക്കുന്നത് സ്ഥിരമായിട്ട്. ഇത് തന്നെയാണ് മാർത്താണ്ഡത്തിലേക്ക് പോകുന്ന സ്ഥലത്തുള്ള അയ്യപ്പൻ കോവില്. ക്രിസ്ത്യാനികൾക്ക് അവരുടെ ലക്ഷ്യമുണ്ട്. പുറത്തവര് മതേതരത്വവും, പുറത്തവര് മതസൗഹാർദ്ദവും, മതസൗഹാർദ്ദ റാലിയും സേവനവും എല്ലാം കാണിക്കും. ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഇതെല്ലാം എത്തുന്നത്. ഹിന്ദുവിനെ കൺവെർട്ട് ചെയ്യുക, ഹിന്ദുവിന്റെ സ്ഥാപനങ്ങൾ വളരാതിരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക. പുറത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരെ അവർ വരും. പക്ഷെ അകത്ത് ആലോചിച്ച് നോക്കുക, കർദിനാൾ പറഞ്ഞൊരു വരി, യോഗ കണ്ടമാനം ക്രിസ്ത്യാനികള് സ്വീകരിക്കാൻ തുടങ്ങിയതോടുകൂടി യോഗ ബൈബിളിന് അനുകൂലമല്ല, എതിരാണ്, ഒരു എക്സർസൈസ് എന്ന രീതിയിൽ മാത്രം എടുക്കുന്നതിന് തെറ്റില്ല. ക്രിസ്ത്യാനികളെ യോഗയിലേക്ക് പോകുന്നത് ശരിയല്ല. കർദിനാൾ പറഞ്ഞ വരിയാണ്. മറ്റൊരു വലിയ ബിഷപ്പ് പറഞ്ഞു, ക്രിസ്ത്യാനികൾ അവരുടെ കുട്ടികളെ ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ ആക്കണം. അതിനെതിരെ പ്രതിഷേധം വന്നു. ഇങ്ങനെ എല്ലാം സംഭവിച്ചപ്പോഴും ബിഷപ്പ് ദിവ്യഗർഭം നൽകിയപ്പോഴും ആ മറ്റൊരു ബിഷപ്പ് പറഞ്ഞു,
സംരക്ഷിക്കാനായിട്ട് ഏൽപ്പിച്ച അതിനെ തന്നെ സംരക്ഷിക്കേണ്ടവർ നശിപ്പിച്ചു എന്ന്. പക്ഷെ ആ അച്ഛനെ സംരക്ഷിച്ചതും ആ പെൺകുട്ടിയെ ചികിത്സിച്ചതും ആ പെൺകുട്ടി ഡെലിവറി നടത്തിയ ആശുപത്രിയും അതിനെ കയ്യോടെ വയനാട്ടിലേക്ക് കൊണ്ടുപോയതുമെല്ലാം ഇവരുടെ തന്നെ നേതൃത്വത്തിലാണ്. ഒരു സ്ഥലത്ത് പുറത്ത് പത്രമാധ്യമങ്ങളിലൂടെ മുതലക്കണ്ണീര് ഒഴുക്കലും അപ്പുറത്ത് ചെയ്യേണ്ടതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യലും, നിർഭയ കേസ് ഇവരുടെ കേസ് പോലെ തന്നെ അഭയ എന്ന കന്യാസ്ത്രീക്ക് സംഭവിച്ചതുപോലെ 28 വർഷത്തേക്ക് കടക്കുന്നു. അവർക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്യാൻ അറിയാം. അതിന്റെ ബേസിസിൽ ഒരു സിനിമ വരെ വന്നു. ആ സിനിമയിൽ ഒരു കർദിനാളുണ്ട്, അദ്ദേഹവും അഭിനയിച്ച രീതി ഗംഭീരമായിട്ടുണ്ട്. ജഗന്നാഥവർമ്മ അഭിനയിച്ചത് ഞാൻ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ന്യായത്തിന്റെയും കൂട്ടത്തിലേ ഉണ്ടാവുള്ളൂ എന്ന് സുരേഷ് ഗോപിയോട് പറയുന്നതും വേണ്ടതെല്ലാം ചെയ്യുന്നതുമെല്ലാം ഉണ്ട്. പക്ഷേ അകത്ത് ചെയ്തത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇത് തന്നെയാണ് അയ്യപ്പൻ കോവിലിൽ സംഭവിച്ചത്. നിലയ്ക്കൽ പള്ളി വന്നതും അത് തന്നെയാണ്. ശബരിമലയിലേക്ക് പോകുന്നവരെ നിലയ്ക്കൽ പള്ളിയിലേക്ക് കയറ്റാൻ വേണ്ടിയായിരുന്നു. അന്ന് കുമ്മനം രാജശേഖരൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. BJPയിലെ പല നേതാക്കന്മാരും നിലയ്ക്കൽ പള്ളി അധികൃതരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പിൻവലിച്ചിരുന്നു. BTH ഹോട്ടൽ എറണാകുളത്ത് വെച്ച് നടന്ന സമ്മേളനത്തിൽ കുമ്മനം മാത്രമാണ് നിന്നത് ആ സമരത്തിന്. കരുണാകരൻ പോലും ക്രിസ്ത്യൻസിന്റെ കൂട്ടത്തിലായിരുന്നു. ഏതായാലും നിലയ്ക്കൽ പള്ളി ഉദ്ദേശിച്ച സ്ഥലത്ത് വന്നില്ല, അകത്താണ് വന്നത്. അല്ലെങ്കിൽ ഇത് ഉദ്ദേശം ഉണ്ടായിരുന്നു, മതസൗഹാർദ്ദം വരുത്തി തീർക്കാനായിട്ട് ശബരിമലയിൽ നിന്ന് വരുന്നവര് ഇപ്പൊ എരുമേലി പള്ളി പോകുന്ന മാതിരി നിലയ്ക്കൽ പള്ളിയിലും കൂടി പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളത്. ഓർമ്മിക്കുക, അപ്പപ്പ ചെയ്യാനുള്ളത് ക്ഷേത്ര ഭാരവാഹികൾ ചെയ്യണം. 60,000 64,000 ഹെക്ടർ സ്ഥലം മറ്റുള്ളവര് കൈയടക്കി എന്ന് പറഞ്ഞ് നീ കരഞ്ഞുകൊണ്ടിരുന്നാലൊന്നും തിരിച്ചു കിട്ടില്ല. കോടതിയും അല്ല ഇടപെടില്ല, ഭരണകർത്താക്കളും ഇടപെടില്ല. കാരണം ആൾക്കാർക്ക് വോട്ടാണ്. കോടതിയിൽ പോയി കഴിഞ്ഞാൽ എത്ര വർഷം കഴിയണം. മഹാഭാഗ്യത്തിന് പാർത്ഥസാരഥി ക്ഷേത്രം ഗുരുവായൂരിലുള്ളത് കോടതി വിധി വന്ന് തിരിച്ച് ജനങ്ങൾക്ക് തന്നെ കിട്ടി. എന്നും ഗവൺമെന്റ് കയ്യേറിയവരുടെ കൂട്ടത്തിലായിരിക്കും. അവർക്ക് സത്യം, ധർമ്മം, നീതി, ന്യായം ഒന്നുമില്ല. അതുകൊണ്ട് മേടിക്കാനും എടുക്കാനും സാധിക്കുന്ന സ്ഥലങ്ങളെടുത്ത് ക്ഷേത്രങ്ങളും ഹിന്ദു ആശ്രമങ്ങളും വികസിപ്പിക്കണം. അതിന് പകരം കുറെ കഴിയട്ടെ, വില കുറയട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ സംഭവിച്ചതാണ് ഈ ക്ഷേത്രത്തിന് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.